ഹലോ ഫ്രണ്ട്സ്, ആര്യ ഫൺവിലിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഓട്സ് കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനകത്ത് നമുക്ക് വറുത്തിടാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ തേങ്ങാക്കൊത്തും ഒക്കെ കൂടെ നമുക്കൊന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കണം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം ഞാനൊരു കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു കുറച്ച് തേങ്ങാക്കൊത്താണ് എടുത്തിരിക്കുന്നത്. അത് ആദ്യം നമുക്കൊന്ന് വറുത്ത് എടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയാൽ മതി. ഒത്തിരി ആയിട്ടൊന്ന് വറുത്തെടുക്കുമെന്ന് വേണ്ട. ഇപ്പം അത്യാവശ്യം അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിൻ്റെയും ഒരു ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ മുന്തിരിയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. മുന്തിരി ഇട്ട് കൊഴുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതായി കിട്ടും കേട്ടോ. ഒന്ന് വീർത്ത് വന്നാൽ മതി. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എല്ലാ ടേസ്റ്റും പോവും. നമ്മുടെ മുന്തിരിയൊക്കെ നന്നായിട്ട് വീർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ട അധികം ഒന്നും കളർ മാറി, ജസ്റ്റ് ഒരു ബ്രൗണിഷ് കയറി വന്നിട്ടേ ഉള്ളൂ. അണ്ടിപ്പരിപ്പിലാണെങ്കിലും ഈ ഒരു പാകം മതിയായിരിക്കും. ഈ ഒരു പാകം എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്കത് കോരി മാറ്റി വെക്കാം. നമ്മളതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നെയ്യിലേക്ക് നമുക്ക് പായസം ഉണ്ടാക്കാനുള്ള ഓട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാനൊരു 3 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് എത്ര പായസത്തിൻ്റെ എത്ര അളവ് വേണോ അതനുസരിച്ച് ഓട്സിൻ്റെ അളവ് കൂട്ടാവുന്നോ കുറയ്ക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ആ നെയ്യൊക്കെ ഒന്ന് എല്ലാ സ്ഥലത്തും ഒന്നും ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഒത്തിരി ആയിട്ട് അങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കുമെന്ന് വേണ്ട. നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. നമ്മുടെ ഓട്സ് ഒക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാലും 3-ാം പാലും കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു 2.5 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്കറിയാലോ ഇത് ഓട്സ് ആണ്, അപ്പോൾ പെട്ടെന്ന് അത് കുറുകും. അപ്പോൾ അതിനനുസരിച്ചുള്ള പാല് കുറച്ചും കൂടെ കൂട്ടി കൊടുക്കണം. എനിക്ക് ഇത്തിരി ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ ഒഴിക്കേണ്ടി വന്നു. അപ്പം നിങ്ങൾ അതിനനുസരിച്ചുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് അങ്ങോട്ട് കുറുകി അങ്ങോട്ട് കട്ടിയായി പോകും. അതുകൊണ്ട് അല്പം നന്നായിട്ട് തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാനൊരു 3 ക്യൂബാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ക്യൂബായിട്ട് കിട്ടുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉരുക്കി അരിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതോടെ ആകുമ്പോൾ അത്യാവശ്യം ലൂസാകും. അപ്പം നിങ്ങൾ അതനുസരിച്ചിട്ട് തേങ്ങാപ്പാലിൻ്റെ അളവും ശർക്കരപ്പാനിയുടെ അളവും ഒക്കെ ഒന്ന് കൂട്ടിയോ കുറച്ചോ നോക്കണം കേട്ടോ. അപ്പം നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന കുറച്ചൊരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയിലേക്ക് ഞാനൊരു 4 ഏലക്കയും ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടി ഇട്ടതാണ്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് ചതച്ചിട്ടിട്ടാലും മതി. പഞ്ചസാരയിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ അതൊന്ന് ആഡ് ചെയ്തെടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതോടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. കണ്ടോ നന്നായിട്ട് അത്യാവശ്യം കുറുകിയിട്ടുണ്ട്. അത്രയും തേങ്ങാപ്പാലും പാനിയും ഒഴിച്ചിട്ടും നന്നായിട്ട് കുറുകി ഇപ്പം വന്നിട്ടുണ്ട്. ഓട്സൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഓട്സൊക്കെ പെട്ടെന്ന് വേകും കേട്ടോ. അധിക സമയമൊന്നും വേണ്ട നമുക്കിത് പായസം ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നമുക്ക് തേങ്ങാപ്പാൽ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ ഓട്സ് എടുത്ത കപ്പിന് തന്നെ ഒരു 2 കപ്പ് 1-ാം പാലും എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള പാലേ.
അപ്പോൾ അതും നിങ്ങൾക്ക് അളവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. നമുക്ക് പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. മധുരം ഒന്ന് നോക്കിയാൽ മതി. മധുരം ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കണം, അതേ ഉള്ളൂ. വേറെ ഒന്നും അളവിന് പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് തിളച്ച് വരേണ്ട ആവശ്യമില്ല, കാരണം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താണ്. നമുക്കിനി ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റും കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയാണ് കേട്ടോ. നോക്കാം, അതിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ കറക്റ്റാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ഇത് കട്ടിയായിപ്പോയി. സോ അതനുസരിച്ച് കുറച്ച് ലൂസാക്കി എടുത്താലും മതി. അത് കട്ടിയാകുമ്പോൾ കറക്റ്റ് പാകമാകും ചൂടാറി കഴിയുമ്പോഴത്തേക്കും. ഇനി ഞാൻ ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടി പോരുത്, ഒരു നുള്ളുപ്പിട്ടാൽ മതി. അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതോടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന്, നമുക്ക് എത്ര പെട്ടെന്ന് 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു പായസമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം വേറൊരു വീഡിയോയും ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.